നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെ. ഞായറാഴ്ച നടന്ന കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇപ്പോഴാണ് പുറത്തുവരുന്നത്. മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ വികസനം ചർച്ച ചെയ്യുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, വിവിധ സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകളിലേക്കും കോർപ്പറേഷനുകളിലേക്കും നിയമനം നടത്താനും സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നതായാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബറിൽ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഈ ഒഴിവുകൾ നികത്താൻ ശിവസേനയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ പാർട്ടി നേതൃത്വത്തിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ജില്ലാ കൗൺസിലുകളിലും അംഗങ്ങളില്ല എന്നുള്ളത് തീർച്ചയായും മഹായുതി സഖ്യത്തെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഉടനടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ മന്ത്രിസഭാ സ്ഥാനങ്ങൾ ഉൾപ്പെടെ നികത്തുന്നത് പാർട്ടിയുടെ അടിത്തറയെ വീണ്ടും ഊർജ്ജസ്വലമാക്കുന്നതിനുള്ള ഒരു മാർഗമായി തന്നെയാണ് കാണുന്നത്. വരാനിരിക്കുന്ന ഈ വിപുലീകരണത്തിൽ സഖ്യത്തിലുള്ള ഓരോ പാർട്ടിക്കും 3 മുതൽ 5 വരെ സ്ഥാനങ്ങൾ ലഭിക്കുമെന്നുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനൊരുക്കുന്ന മഹാരാഷ്ട്രയിൽ വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് ഭരണകക്ഷിയായ മഹായുതി സഖ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭയിലേറ്റ തിരിച്ചടി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറികടക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതേസമയം പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയുടെ സഖ്യ പങ്കാളികൾ തുല്യ സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ പോലും കോൺഗ്രസും ശരത് പവാറിന്റെ NCPയും കൂടുതൽ സീറ്റുകൾ വേണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. മഹായുതി ആവട്ടെ അവരുടെ തെരഞ്ഞെടുപ്പ് ഫോർമുല ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടുമില്ല. ഏറ്റവും ഒടുവിൽ നടന്ന ഷിൻഡെ ഷാ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടന്നുവോ എന്നറിയാൻ വരും ദിവസങ്ങളിൽ കണ്ണ് മറാത്ത മണ്ണിൽ തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും മഹാരാഷ്ട്രയിൽ ഓരോ മണിക്കൂറിലും രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനമായും NCPയും ശിവസേനയും BJPയും തന്നെയാണ് ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന ഈ ഷിൻഡെ ഷാ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടന്നുവോ എന്നറിയണമെങ്കിൽ വരും ദിവസങ്ങളിൽ കണ്ണ് മറാത്ത മണ്ണിൽ തന്നെ ആയിരിക്കണം. എന്തായാലും ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തന്ത്രങ്ങൾ തന്നെയാണ് മഹായുതിയും മഹാവികാസ് അഘാഡിയും മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സഖ്യത്തിൽ നിന്നും ആരൊക്കെ പുറത്തു പോകും, ആരൊക്കെ വേറെ ഏതൊക്കെ പാളയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് മാത്രമേ കണ്ടറിയേണ്ടതുള്ളൂ. നിലവിൽ എന്തായാലും അമിത്ഷായുമായി ഷിൻഡെ കൂടിക്കാഴ്ച നടത്തിയത് തീർച്ചയായും ഇത് സംബന്ധിച്ചുള്ള ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.